ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറുപയർ വെച്ചിട്ടുള്ള സുഖിയനാണ്. അത് നമ്മൾ ചെറുപയർ ഈ ഗ്ലാസ് കൊണ്ട് ഒരു ഗ്ലാസ് കൊണ്ട് ഞാൻ നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഈ ബൗളുകൊണ്ട് 1.5 ബൗള് ശർക്കര അരിഞ്ഞത്, 1/2 ബൗള് തേങ്ങ, പിന്നെ നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുത്തേരിക്കണതിലേക്ക്. ഈ സുഖിയൻ അങ്ങനെ ഉരുട്ടിയിട്ട് ഉണ്ടയാക്കിയിട്ട് മുക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുകയും നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് ഗോതമ്പ് പൊടി നമ്മൾ ദോശമാവിന് പാകത്തിന് ഇതവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇതിലാണ് മുക്കുണ്ട്. പിന്നെ 3 ഏലക്ക നമ്മൾ ചതച്ചിട്ടുള്ളൂ കേട്ടോ, പൊടിച്ചിട്ടില്ല. ആ ചതച്ചത് ഇതിൽ ചേർക്കും. എല്ലാം കുടിഞ്ഞ് ഈ ശർക്കരയും ഈ പിന്നെ നാളികേരം കൂടിയിട്ട് നമ്മൾ ഒന്ന് അടിച്ചിട്ട് ഇതിൽ ചേർത്തിട്ട് ഉണ്ടയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും ഇതിനുള്ള കാര്യങ്ങൾ നോക്കട്ടെ. നമ്മളിപ്പോൾ ഇതിൽ ശർക്കരയും നാളികേരം 3 ഏലക്കയും കൂടി ചതച്ച് വെച്ച് എല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഉണ്ടയാക്കി ഉരുട്ടിയെടുക്കണം. ഇത് ശർക്കര ഉരുക്കി ഒഴിക്കുക. ഇനി വെള്ളം കൂടിയാലോ ഒന്ന് ഇത് നന്നായി വെന്ത പയറണം. അപ്പം ഇനി വെള്ളം കൂടുതലായെങ്കിലോ എന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ആക്കിയത്. സുഖിയനൊക്കെ എല്ലാവരും ഉണ്ടാക്കണം തന്നെ. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ചെയ്ത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതെല്ലാം ചേർന്ന് ഇനി നമ്മളിതിന് ഉണ്ടയാക്കി എടുക്കണം. ഉണ്ടയാക്കി എടുത്തിട്ട് എണ്ണയിൽ പൊരിക്കാൻ പൊരിട്ട്. ഇപ്പോൾ എണ്ണ വേറെ തിളച്ച് തുടങ്ങി. അപ്പോൾ ഇനി നമ്മളത് ഈ ഉണ്ട ഉരുട്ടി മാവിൽ മുക്കിയിട്ട് അതിലിടണം. മാവ് നല്ല കട്ടിയില് ഈ മാവില് വേറെ വല്ല സാധനങ്ങളും ഉണ്ടോ? ഈ മാവില് മഞ്ഞപ്പൊടി ഇത്തിരി മഞ്ഞപ്പൊടി ചേർത്തുണ്ട്. ഞാൻ പറഞ്ഞത് ഇത്തിരി മഞ്ഞപ്പൊടി. പിന്നെ എന്ത് മാവാന്ന് പറഞ്ഞു? ഇത് ഗോതമ്പാണ്. അപ്പൊ എപ്പോഴും നമ്മൾ മൈദയാണ് ഉപയോഗിക്കാറ്. ഇത് നമ്മൾ ഗോതമ്പിലുണ്ടാക്കും. അപ്പൊ അത് ഗോതമ്പില് മഞ്ഞപ്പൊടിയും പിന്നെ ഉപ്പൊന്നും ഇല്ല. ഇനി മതി. ഇനിയിപ്പോ ഇതേപോലെ നമ്മളിത് എല്ലാതും അങ്ങനെ ആക്കിയെടുക്കണം. ഇതുപോലെ നമ്മളിത് എല്ലാതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കണം. ഞാനിതിൽ ഒരു ഗ്ലാസ് പയറിൽ 2 ഗ്ലാസ് വെള്ളത്തോണ്ട് തന്നെ ഒഴിച്ചത്. അപ്പോൾ എത്ര വെള്ളം നിങ്ങൾ ഒഴിക്കണ്ട, ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചാൽ മതി. എന്താണെന്ന് വെള്ളം കൂടും അത്ര ഒഴിച്ചാൽ. അപ്പം ഞാൻ അങ്ങനെ നമ്മൾ ചെയ്യണം കേട്ടോ. ഇപ്പോൾ പയറിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പയർ ഒരുപാട് വേവും. വെന്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഉരുളിയാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണ് വെള്ളം ഇത്തിരി ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ആവുക. പിന്നെ ഈ പൊടിക്ക് എന്താ നിങ്ങൾ ചെയ്തത്? ഈ പൊടി ഇപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് തന്നെയാണോ പൊടി? അല്ല, ചെറിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പൊടി എടുത്തു. അതാണ് ഗ്ലാസ് എടുത്തത്. ഈ ഗ്ലാസ് കൊണ്ട് 1 ഗ്ലാസ് പൊടിയാണോ എടുത്തത്? ഗോതമ്പ് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 നുള്ളു മഞ്ഞപ്പൊടി, 2 കൂടി വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി. അതിൽ എത്ര വെള്ളം ഒഴിച്ചു? ഇതിൽ 1 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് വെള്ളം 1 ഗ്ലാസ് പൊടി. തിരിച്ചിടാനായിരപ്പം തിരിച്ചിടുക.
ഇതിപ്പോൾ ഉരുട്ടുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്നില്ല, കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉരുട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. ഇപ്പോൾ ബൈ ചാൻസ് നിങ്ങൾ ഒരുപാട് വെള്ളം എടുത്തിട്ട് പയർ വേവിക്കുകയെന്ന് വിചാരിക്കാം. അപ്പോൾ പിന്നെ ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ പിടിക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ അവിലുണ്ടല്ലോ, നമ്മൾ സാധാരണ അവിൽ, അത് വന്നിട്ട് ഇതിൽ കൂടി മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അവിൽ വലിച്ചെടുക്കും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പമായിരിക്കും ഉരുട്ടാനൊക്കെ. ഇതൊരു ടിപ്പാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഈ സുഖിയൻ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ സുഖിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.